പ്രേക്ഷകർക്ക് ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ ആയിരുന്നു ചെന്നൈ പഞ്ചാബ് ചെപ്പോക്കി വെച്ച് നടന്ന മത്സരം. ചെന്നൈ ഒരു കംബാക്ക് രീതിയിൽ ചെന്നാൽ പോലും തന്നെ അവർ ഒരു 8 ബോൾ ബാക്കിയിരിക്കും ഒരു തോൽവിയിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. കളിയുടെ വിഷയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ടോസ് ലഭിച്ച ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ അദ്ദേഹം ബോളിംഗ് എടുക്കുകയായിരുന്നു. അപ്പോൾ ഓപ്പണിങ്ങിന് ഇറങ്ങിയ ഋതുരാജ് ഗേക്വാദും സഞ്ജു സാംസണുമാണ് ഓപ്പണിംഗ് ഇറങ്ങിയത്. എന്നാൽ സഞ്ജുവിന് തിളങ്ങാൻ സാധിച്ചില്ല. പിന്നെ അദ്ദേഹം നേരത്തെ തന്നെ സേവ്യർ ബാട്ട്ലറ്റിന്റെ ബോളിൽ പ്രസന്നന്റെ കയ്യിലേക്ക് ഒരു ക്യാച്ച് പോവുകയായിരുന്നു. പിന്നെ ഋതുരാജ് ഗേക്വാദും കൂടാതെ തന്നെ ആയുഷ് മാത്രം തമ്മിൽ ഒരു നല്ലൊരു പാർട്ണർഷിപ്പാണ് അവിടെ ഉണ്ടായത്. 96 റണ്ണ് പാർട്ണർഷിപ്പ്. ആയുഷ് മാത്രയുടെ ഒരു 73 റണ്ണ്, 43 ബോളിൽ നിന്ന് 73 റണ്ണ് നല്ലൊരു സ്കോറിലേക്ക് അവരെ എത്തിക്കാൻ സാധിച്ചു. കൂടാതെ തന്നെ പിന്നെ ശിവൻ ദുബെയുടെ 45ഉം സർഫസ് ഖാന്റെ 12 ബോളിൽ 32ഉം എത്തിയോടെ തന്നെ അവർ 210 5 എന്ന സിറ്റുവേഷനിലേക്ക് എത്തി. ബോളിംഗ് നോക്കുവാണെങ്കിൽ വൈശാഖ് വിജയകുമാർ അദ്ദേഹം 38 റണ്ണ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തു. കൂടാതെ തന്നെ സേവ്യർ ബാട്ട്ലറ്റ് ഒരെണ്ണം, മാർക്കോ ആൻസൺ ഒരെണ്ണം, എല്ലാവരും എക്കണോമി നല്ലോണം കൂടുതൽ തന്നെ. യശ്വന്ദർ ചഹൽ അദ്ദേഹം 321 റണ്ണ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റും പറിച്ചിരുന്നു. ഇനി പഞ്ചാബിന്റെ കളി നോക്കുവാണെങ്കിൽ തുടക്കം തന്നെ അവർക്ക് നല്ല തുടക്കമാണ് ലഭിച്ചത്. പ്രിയാൻഷൻ ആര്യ 11 പന്തിൽ 39. ആ ഒരു ഇന്നിങ്സും പ്രസിഡന്റ് 43 എത്തിയവരെ തന്നെ നല്ലൊരു അവർക്ക് ആദ്യത്തെ ഓപ്പണിംഗ് വിക്കറ്റ് തന്നെ 41 വന്നു. 4 ഓവറിലാണ് അവർ 60 കടന്നത്. എന്നാൽ തന്നെ പിന്നെ വന്ന കോപ്പർ കൊണാലി 36 എടുത്തു. അദ്ദേഹം ആദ്യത്തെ ഇന്നിങ്സിൽ അതേ ഫോം നേരിട്ടുകൊണ്ട് രണ്ടാമത്തെ ഇന്നിങ്സിലേക്ക് എത്തും. പിന്നെ ക്യാപ്റ്റനായ ശ്രേയസ് അദ്ദേഹം ഒരു മികച്ച ഒരു ഇന്നിങ്സ് കളിച്ച് ഒരു 50ലേക്ക് എത്താനും അദ്ദേഹത്തെ സാധിച്ചിട്ടുണ്ട്. പിന്നെ നേഹൽ വധേരയ്ക്ക് കളിക്കാൻ സാധിച്ചില്ല. പിന്നെ സ്റ്റോനിക്സും ശശാങ്ക് സിംഗും കൂടി കളി ഫിനിഷ് ചെയ്യുകയായിരുന്നു. 8 ബോൾ ബാക്കിയിരിക്കുക ഒരു മികച്ച ഒരു ജയമാണ് കഴിഞ്ഞിരിക്കുന്നത്. നല്ലൊരു കളിയായിരുന്നു എന്നാൽ കഴിഞ്ഞിരുന്നത്. ചെന്നൈ ഫാൻസ് ജയിക്കും കംബാക്കിന് വേണ്ടി വന്ന കളി, എന്നാൽ അവരെ തോറ്റിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് അടുത്ത കളി ചെന്നൈ കംബാക്ക് എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ഈ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.